ഹലോ വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെടികൾക്ക് വേണ്ടി കൊടുക്കാൻ പോകുന്ന ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ്. സാധാരണയായിട്ട് ഫെർട്ടിലൈസർ നമ്മൾ നാച്ചുറലും ഉണ്ട്, അതേപോലെ തന്നെ കെമിക്കലും ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നാച്ചുറലായിട്ട് NPK ഉള്ളത്, NPK എന്ന് പറയുമ്പം നൈട്രജൻ, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം. അപ്പോൾ ഈ മേജറായിട്ടുള്ള ഈ 3 മാക്രോ ന്യൂട്രിയൻസ് ആണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും ഉള്ള ഒരു നല്ല സാധനമാണ് നമ്മുടെ ഉള്ളിയുടെ തൊലി. ഉള്ളിയുടെ തൊലിക്കകത്ത് ധാരാളം നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, കാൽഷ്യം, അയൺ, മഗ്നീഷ്യം, അതേപോലെ തന്നെ കോപ്പറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നല്ലൊരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസറാണ്. ഇത് നമുക്ക് 15 ദിവസത്തിലൊരിക്കൽ വെച്ച് ഒഴിച്ചു കൊടുക്കാം. അതായത് 15 ദിവസത്തിലൊരിക്കൽ കൊടുക്കുമ്പോൾ അത്രയും മതിയാകും നമ്മുടെ ചെടിക്ക്. അതായത് ഇതൊരു നല്ല ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫെർട്ടിലൈസറാണ്. ഇത് കൊടുത്തു കഴിയുമ്പോഴേക്ക് എത്ര പൂക്കാത്ത ചെടിയാണെങ്കിലും നല്ല രീതിയിൽ പൂക്കാനും വളരാനും സഹായിക്കും. അപ്പോൾ ഇത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളി വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഉള്ളി നമുക്ക് പൊളിച്ച് പെട്ടെന്ന് കിട്ടും. അതായത് ഈ ചെറിയ ഉള്ളി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുക. ഇതേപോലെ ഒരു 10-15 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും, നല്ല പോലെ അതിൻ്റെ തോലങ്ങ് അലിഞ്ഞ് പോവും. അന്നേരം ഇത് നമുക്ക് ഒരു ഈസി ഒരു അടുക്കള ടിപ്പ് കൂടിയാണ്. പെട്ടെന്ന് നമുക്ക് ഉള്ളി പൊളിച്ചെടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇതിപ്പോൾ ഈ വെള്ളത്തിലേക്ക് നല്ലപോലെ ഇതിൻ്റെ ഉള്ളിയുടെ തൊലിയിലുള്ള ന്യൂട്രിയൻസ് എല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെയുള്ളൊരു ഫിൽറ്ററിലേക്ക് ഇട്ട് നമുക്ക് ആ വെള്ളം ഇനി എടുക്കാം. അന്നേരം ഈ വെള്ളം കൊണ്ടുപോയി നമ്മൾ ഒരിക്കലും കളയില്ല കേട്ടോ. ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ മനസ്സിലാകും, നല്ലൊരു ഡാർക്ക് കളറിലായിട്ടുണ്ടല്ലേ. ഇതിപ്പം നല്ലൊരു ന്യൂട്രിയൻറ്റ് റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ, എന്തൊരു റിച്ച് ആയിട്ടുള്ളൊരു കളറ്. അപ്പോൾ ഇത് നമുക്ക് നേരിട്ട് ഒഴിക്കാൻ പറ്റത്തില്ല. ഇത് നമ്മൾ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കാൻ പോകുന്നത്. ഇപ്പം ഞാനിത് ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഈ ബോട്ടിലാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു നമുക്കൊരു പെട്ടെന്ന് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്കാണ്. ഒരു മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലാണിത്. ഇതിൽ ഞാൻ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. ഹോൾസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അടപ്പിൽ അതിടാൻ വേണ്ടിയിട്ടൊരു ഫോർക്ക് എടുത്ത് നമ്മൾ ഈ അടുപ്പയിൽ വെച്ചൊന്ന് ചൂടാക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഇത് അങ്ങ് ചൂടായി കിട്ടുമല്ലോ. അതിന് പെട്ടെന്ന് നമുക്ക് ഹോൾസ് ഇടാൻ എളുപ്പമാണ് കേട്ടോ. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാകട്ടെ. അതിനുശേഷം നമുക്ക് ഈ അടപ്പയിലോട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി. നല്ല രീതിയിലുള്ള ഹോൾസ് നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഹോൾസ് ഇടാം കേട്ടോ. ഇനി നമ്മുടെ ഫെർട്ടിലൈസർ ഈ ബോട്ടിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ പലർക്കും ഇത് അറിയായിരിക്കും. ഇതേ രീതിയിൽ ഇനി ഞാൻ ഈ ഫെർട്ടിലൈസർ ഒഴിച്ചിട്ട് അതിന് സാധാരണയായിട്ട് നമുക്കിത് 15 ml ഈ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു 100 ml ലേക്ക് ഡൈല്യൂട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് ഡൈല്യൂട്ട് ചെയ്ത് കറക്റ്റ് കണക്ക് പ്രകാരം നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. 50 ml എടുക്കുക. 50 ml ഈ സൊല്യൂഷൻ നിങ്ങൾക്ക് 100 ml വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്യാം. 2 ഇരട്ടി വെള്ളത്തിലേക്ക് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം കൊണ്ടുവയ്ക്കാം. ഞാനിപ്പം അതിൻ്റെ 2 ഇരട്ടി വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിത് അടപ്പ് വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ചെടിയുടെ ഇലകളിലും ഒഴിച്ചു കൊടുക്കുക, അതേപോലെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം. 50 ml ആണ് നിങ്ങളുടെ കയ്യിലുള്ള സൊല്യൂഷനെങ്കിൽ അതൊരു 100 ml ലേക്ക് ഡൈല്യൂട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. അത് ഇനി നമുക്ക് നിങ്ങൾക്ക് മുരടിച്ച് നിൽക്കുന്ന ചെടികൾക്ക് റോസിന് ഒത്തിരി നല്ലതാണ് കേട്ടോ. റോസിനൊരു അടിപൊളി ഫെർട്ടിലൈസർ. ഇതിൻ്റെ ഇലകളിലൊക്കെ തളിച്ച് കൊടുക്കണം. അതേപോലെ ആന്തൂറിയം നിറയെ പൂക്കാൻ ഈ ഒരു ഫെർട്ടിലൈസറും മതിയാവും. അതുപോലെ തന്നെ ഇതൊരു ഇൻസെക്ടിസൈഡ് കൂടിയാട്ടോ. ഇതിൻ്റെ ആ ഒരു മണം കൊണ്ട് ഒരുമാതിരിപ്പെട്ട ജീവികളൊന്നും നമ്മുടെ ഈ ചെടിയിലേക്ക് അടുക്കത്തില്ല. അങ്ങനെ ഒരു പ്രയോജനം കൂടിയുണ്ട്. അപ്പം എല്ലാം പൂക്കുന്ന ചെടികൾക്കും ഇലച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഹായ് പറയാനും നിങ്ങളുടെ കമൻറ്റ് താഴെ എഴുതാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്. ബൈ, സി യു നെക്സ്റ്റ് വീഡിയോ. ഇത് ഓർക്കിഡിനൊന്നും ഒഴിക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കണ്ടാലോ. ബൈ, സി യു.